നമ്മുടെ പരിസരത്തൊക്കെ പാമ്പ് മാത്രമല്ല ഏത് ജീവികളെയും പിടികൂടി ഭക്ഷണമാക്കുന്നൊരു സ്വഭാവം പൂച്ചയ്ക്കുണ്ട്. പ്രത്യേകിച്ച് ഈ വലിപ്പമുള്ള നാടൻ പൂച്ച, കണ്ടം പൂച്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരണയും ഓന്തും ഉൾപ്പെടെ അണ്ണാനോ എലിയോ പാമ്പോ ഏത് ജീവികളെയും പിടികൂടി അത് ഭക്ഷണമാക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീട്ടിൽ വലിയ പൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ, നാടൻ പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ജീവികളെയൊക്കെ അത് പിടികൂടി ഭക്ഷണമാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ സാന്നിധ്യം വീടിന് ചുറ്റും കുറയാനുള്ളൊരു കാരണമാകും. രണ്ടാമത്തെ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂച്ച പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുഞ്ഞു പാമ്പുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കുഞ്ഞു മാത്രമല്ല സാമാന്യം വലുപ്പമുള്ള പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിക്കുകയും, പൂച്ചയുടെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലിയൊക്കെ പിടിച്ചാൽ പോലും അന്നേരം പിടിച്ച ഉടനെ അതിനെ കൊന്ന് ഭക്ഷണമാക്കുക എന്നുള്ള രീതിയല്ല. അതിനെ ഇട്ട് തട്ടിക്കളിച്ച് കുറേ സമയം എടുത്തിട്ടായിരിക്കും അതിനെ കൊല്ലുക. ചിലപ്പോൾ പിടിച്ച് പകുതി ജീവനായിട്ട് വീടിനകത്തേക്ക് കൊണ്ടുവരാം. അത് എലിയെയും കൊണ്ടുവരാം, ചിലപ്പോൾ പാമ്പിനെയും കൊണ്ടുവരാം. പൂച്ച പിടിച്ചൊരു പാമ്പിനെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലോ കട്ടിലോ ഒക്കെ കൊണ്ടുവയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് പൂച്ച എടുത്തുകൊണ്ട് വന്ന് ജീവനോടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കിടന്നുറങ്ങിയ കുഞ്ഞിൻ്റെ അടുത്ത് ബെഡിൽ കൊണ്ടുവച്ച്, ആ വെള്ളിക്കെട്ടനായിരുന്നു, ആ വെള്ളിക്കെട്ടൻ കുഞ്ഞിനെ കടിച്ച് കുഞ്ഞ് മരിച്ചത് കഴിഞ്ഞ വർഷം കോയമ്പത്തൂർ എന്ന് റിപ്പോർട്ട് ചെയ്ത കേസാണ്. അത്തരത്തിലുള്ള സിമിലർ ഇൻസിഡൻസ് കേരളത്തിലും നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സംഗതിയാണ്. ഒന്ന്, ഇതിനെ ഇത്തരത്തിലുള്ള ജീവികളെയൊക്കെ അത് പിടികൂടി ഭക്ഷണമാക്കുന്നു, അതിൻ്റെ എണ്ണം കുറയുന്നു എന്നുള്ളത് ശരിയാണ്. രണ്ട്, ഇത് പുറത്തുനിന്ന് പിടിച്ചകത്തുകൊണ്ട് വരാനുള്ള സാധ്യതയും അതോടൊപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അഗ്രസീവായിട്ടുള്ള പാമ്പുകൾ ആരൊക്കെയാണ്? ഏറ്റവും അഗ്രസീവായിട്ടുള്ളത് റസൽ സ്വൈപ്പർ തന്നെയാണ്. മൂർഖൻ പാമ്പ് കൂടുതൽ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി, അതായത് മൂർഖൻ നമുക്കൊരു വാണിംഗ് തരും, എനിക്കിഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പത്തി എടുത്ത് നിൽക്കുന്നു, എന്നിട്ട് അത് ടാപ്പ് ചെയ്യും. അതായത് വായ തുറന്ന് കടിക്കുകയോ പല്ല് ദേഹത്ത് കൊള്ളുകയോ ചെയ്യാതെ ഇങ്ങനെ കൊത്തുന്നതായിട്ട് ഭാവിച്ചിട്ട് നമുക്ക് വാണിംഗ് തരും, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ. അണലിയാണെന്നുണ്ടെങ്കിൽ വളരെ സൈലൻ്റായിട്ട് കിടക്കുകയും ചെയ്യും, ചാടി ഒറ്റ കടിക്കും, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. മൂർഖനേക്കാൾ ഒരു 10 ഇരട്ടി ഫാസ്റ്റാണ് അണലി. ഈ പൂച്ച പലപ്പോഴും മൂർഖനോട് ഇത് ചെയ്യാറുണ്ട്, അതിനെ അറ്റാക്ക് ചെയ്യുക, അതിനെ പിടികൂടുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അണലിയുടെ അടുത്ത് പൂച്ച വലിയ കളിക്ക് നിൽക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണലി ഭയങ്കര ഫാസ്റ്റാണ്. വെള്ളിക്കെട്ടൻ രാത്രി സഞ്ചാരിയാണ്, ആൾ കിടന്നുറങ്ങുന്ന സമയത്താണ് അത് പുറത്തിറങ്ങുക. വളരെ സൈലൻ്റായിട്ട് വന്ന് കടിച്ചിട്ട് പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന മറ്റൊരു സംഭവമാണ് രാജവെമ്പാല അല്ലെങ്കിൽ മൂർഖനാണെങ്കിൽ കുറച്ചുകൂടെ മാന്യനാണ്, നേരിട്ട് വന്നേ അറ്റാക്ക് ചെയ്യുള്ളൂ. അണലി അങ്ങനെയല്ല, 360 ഡിഗ്രി അറ്റാക്ക് ചെയ്യുന്ന ഒരു. അണലി സാധാരണഗതിയിൽ ഇങ്ങനെ പമ്മി ഇരിക്കത്തേ ഉള്ളൂ. അത് മണ്ണിലോ അല്ലെങ്കിൽ കരിയിലകൾക്കോ ഇടയ്ക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കിടക്കുന്ന നമുക്ക് കാണത്തില്ല. നമ്മൾ വളരെ ക്ലോസ് റേഞ്ചിൽ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അത് ചാടി കടിക്കാനും സാധ്യതയുണ്ട്. ഒരു വാണിംഗ് നമുക്ക് തരാതെ, മൂർഖനാണെങ്കിൽ പത്തിയെടുത്ത് നിന്നിട്ട് ഞാൻ കടിക്കും എന്നൊരു വാണിംഗ് തന്നിട്ടാണ് കടിക്കുക. പക്ഷേ അണലി അങ്ങനെ പമ്മി കിടന്നിട്ട് പെട്ടെന്ന് ചാടി കടിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അത് 360 ഡിഗ്രിയിൽ ഏത് ആംഗിളിലും കടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ തെർമൽ സെൻസിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. മൂർഖൻ്റെ പുറകിലൂടെ ഒരു ശത്രുവോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മൂർഖൻ്റെ പുറകിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ മൂർഖൻ നമ്മളെ കാണത്തില്ല. ഒരാൾ വരുന്നുണ്ടെന്ന് അതിന് മനസ്സിലാവും. ടങ് പ്ലക്കിങ്ങിലൂടെ ഒരു ശത്രുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം അതിന് മനസ്സിലാവുമെങ്കിലും കൃത്യമായിട്ട് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അണലിക്കാണെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നത് കാരണം അതിന് നമ്മൾ പുറകിലൂടെ വരുന്നു എന്ന് കൃത്യമായിട്ട് അതിന് അറിയാൻ പറ്റും, നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പുറകിലെത്തുമ്പോഴേക്കും പെട്ടെന്ന് ചാടി തിരിഞ്ഞത് കടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ മൂർഖൻ്റെ പത്തിയുടെ പുറകിൽ 2 കണ്ണും ഒരു മൂക്കും പ്രകൃതി ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഒരു കീരി മൂർഖനെ പിടിക്കാൻ വേണ്ടി പുറകിലൂടെ പോവുകയാണെങ്കിൽ കീരിക്ക് തോന്നണം ആ മൂർഖൻ എന്നെയാണ് നോക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അഡീഷണൽ പ്രൊട്ടക്ഷനാണ് ആ വരച്ചു വെച്ചിരിക്കുന്നത്. കണ്ണും മൂക്കും പോലെയല്ലേ നമുക്ക് തോന്നുന്നത്, ആ ഒരു സ്പെക്ടക്കിൾ മാർക്ക്. പക്ഷെ അണലിയുടെ പുറകിലൂടെ ഒരു കീരി വരികയാണെന്നുണ്ടെങ്കിൽ അണലി ചാടി കീരിയെ കടിക്കാനും കീരി മരിക്കാനും സാധ്യതയുണ്ട്. ഈ കീരി ഉള്ളിടത്ത് പാമ്പുണ്ടാവില്ല എന്ന് പറയാ. കീരിയുടെ പ്രധാനപ്പെട്ട ഫുഡാണ് പാമ്പ്. അപ്പോൾ അതുകൊണ്ട് കീരി പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പിടികൂടി ഭക്ഷിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കീരി പിടിക്കുന്നത് മൂർഖനും അങ്ങനെയുള്ള പാമ്പുകളെയാണ്. അതുപോലെ മയിലും അങ്ങനെ തന്നെയാണ്. മയില്, ഉപ്പൻ, അതുപോലെ ചെറിയ പാമ്പുകളെയൊക്കെ പിടിക്കുന്ന ധാരാളം പക്ഷികളുണ്ട്. ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പല പക്ഷികളും ചെറിയ പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ ധാരാളം പിടിക്കാറുണ്ട്. അത് ഇപ്പോൾ ഈ ഓറിയോൾസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾ, പൂത്താങ്കീരികൾ, ബാബ്ലേഴ്സ്, അതുപോലെ ഈ കിങ് ഫിഷേഴ്സിന്റെ കാറ്റഗറിയിൽപ്പെട്ട പല വലുപ്പത്തിലുള്ള പക്ഷികളൊക്കെ. മയിലൊക്കെ പാമ്പിനെ മയില് തിന്നും. മയില് വലിയ പാമ്പിനെ പിടികൂടി ഭക്ഷിക്കും. ഉപ്പൻ ചെറിയ പക്ഷിയാണെങ്കിൽ പോലും നല്ല വലുപ്പമുള്ള പാമ്പിനെയൊക്കെ ഉപ്പൻ പിടിക്കാറുണ്ട്. ഗിനിക്കോഴി പിടിക്കാറുണ്ട്. ഈ
കുറേ വർഷങ്ങൾക്ക് മുമ്പ് വളരെ കോമൺ ആയിട്ട് കേട്ടിരുന്നത് സർപ്പയജ്ഞം. 50 വിഷസർപ്പങ്ങളുമായി എന്റെ കൂടെ കണ്ണാടി കൂട്ടി കഴിഞ്ഞുകൂടുക 36 മണിക്കൂർ ദിവസം. നിർത്തിയത് അത് സാധാരണഗതിയിൽ പാമ്പുകൾ ഇങ്ങനെ അത് നമ്മളിൽ നിന്ന് ദൂരോട്ട് അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. ആ ഒരു ബേസിക് നേച്ചറും ക്യാരക്ടറും അതിനുള്ളതുകൊണ്ട് സേഫായിട്ട് ഒരാൾക്ക് അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മൂർഖം പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അതിലേക്ക് മൂർഖം പാമ്പ് ശ്രദ്ധിക്കത്തില്ല. ചലനം ഉള്ളയിടത്തേക്കാണ് മൂർഖൻ ശ്രദ്ധിക്കാറ്. ആ ഒരു അഡ്വാൻറ്റേജ് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വളരെ അപകടകരമാണ്. അണലി കൂട്ടത്തിലുണ്ടെങ്കിൽ അണലി തെർമൽ സെൻസിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അണലി സൈഡിലൂടെയൊക്കെ ഇഴഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് കടിക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ മൂർഖൻ പാമ്പ് സാധാരണ ചലിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ആ ആളിലേക്ക് ശ്രദ്ധിക്കുകയോ കടിക്കുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ആദ്യം പറഞ്ഞല്ലോ, പാമ്പുകൾക്ക് പെട്ടെന്ന് ഫ്ലീ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് സ്വന്തം. നമ്മളൊരു പാമ്പിനെ കണ്ടു, നമ്മൾ എന്താ ചെയ്യുന്നത് ആ സമയത്ത്? പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ അപകടകരമായിട്ട് വീടിനകത്തൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സർപ്പ ആപ്പിൽ റിപ്പോർട്ട് ചെയ്യുക. അതിനെ പിടിച്ച് മാറ്റേണ്ട സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കിയാൽ മതി. നമ്മൾ അനങ്ങാതെ നിൽക്കുകയാണോ വേണ്ടത്? അത് ഓരോന്നിനും ഓരോ രീതിയിലാണ്. അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം മൂർഖം പാമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കത്തില്ല, അത് ഇഴഞ്ഞങ്ങ് പോകും. അണലിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനങ്ങാതെ നിന്നാലും നമ്മുടെ സാന്നിധ്യം അതിന് മനസ്സിലാകും. അത് നമ്മുടെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നടന്ന് മാറിയേക്കാം. കാരണം മൂർഖൻ നമ്മുടെ അടുത്തേക്ക് ഇഴഞ്ഞു വരുമ്പോൾ നമ്മൾ അനങ്ങാതെ നിന്നാൽ അത് ഇഴഞ്ഞങ്ങ് പോവുകയുള്ളൂ. അണലി നമ്മൾ അനങ്ങാതെ നിന്നാലും നമ്മുടെ അടുത്തേക്കാണ് ഇഴഞ്ഞു വരുന്നതെങ്കിൽ നമ്മുടെ സാന്നിധ്യം അതിന് മനസ്സിലായിട്ട് ചിലപ്പോൾ അത് കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓരോ സ്പീഷീസിനനുസരിച്ച് നമ്മൾ അതിൻ്റെ പെരുമാറ്റത്തിനനുസരിച്ച് നമ്മളതിനെ അവോയ്ഡ് ചെയ്യുക, നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക എന്നുള്ളതേ ഉള്ളൂ. ഓടിയാൽ ഓടിച്ചിട്ട് കടിക്കും എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഓടിച്ചിട്ട് കടിക്കുകയൊന്നുമില്ല. ബാക്കിയുള്ള ആനിമൽസിനെ ഇതുപോലെ ഇത് കടിക്കാറുണ്ടോ? ബാക്കിയുള്ള ആനിമൽസിനെയും കടിക്കാറുണ്ട്. പെട്ടെന്ന് എന്തിനാണ് ഇതിനൊരു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സെൽഫ് ഡിഫെൻസിനേക്കാൾ കൂടുതൽ പാമ്പുകൾക്ക് വിഷം എന്ന് പറയുന്നത് അത് പൊതുവിലുള്ളൊരു തെറ്റിദ്ധാരണയാണ്. സെൽഫ് ഡിഫെൻസിന് വിഷം ഉപയോഗിക്കാറുണ്ട്. പരമാവധി സെൽഫ് ഡിഫെൻസിന് വേണ്ടി അത് കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. അത് ഒഴിവാക്കുകയാണ്. ഫസ്റ്റ് റെസ്പോൺസ് ഈസ് ഫ്ലീ റെസ്പോൺസ് എന്നാണ് പാമ്പുകളെ പറ്റി പറയുക. അതിൻ്റെ ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ അത് സെൽഫ് ഡിഫെൻസിന് നിൽക്കുകയല്ല ചെയ്യുന്നത്. നേരത്തെ ഗച്ചിൻ ഫുനാക്കോഷി പറഞ്ഞതുപോലെ അടുത്ത മാളത്തിലേക്ക് അത് കയറി ഒളിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഫസ്റ്റ് റെസ്പോൺസ് ഈസ് ഫ്ലീ റെസ്പോൺസ്. ഇനി അതല്ലാത്ത ചില സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് മേറ്റിംഗ് സീസൺ. മേറ്റിംഗ് സീസണിൽ പാമ്പുകൾ പൊതുവെ സാധാരണ ശത്രുവിനെ കണ്ടാൽ ഓടി കളിക്കുന്ന പാമ്പ് മേറ്റിംഗ് സീസണിൽ കുറച്ച് അഗ്രസീവ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഉത്സവത്തിന് ഗാനമേള കാണാൻ വേണ്ടി പോകുന്നു. ആ ഒരു മൂഡിലായിരിക്കുമോ നമ്മൾ ഒരു കബഡി കളിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ വ്യത്യാസമായിരിക്കും. അതായത് മേറ്റിംഗ് സീസണിൽ ഒരു ഇണപ്പാമ്പിൻ്റെ സാന്നിധ്യം ഫിറോമോൺസിലൂടെ സെൻസ് ചെയ്ത ഒരു ആൺപാമ്പ് ആ പെൺപാമ്പിനെ സമീപത്തേക്ക് ഇഴഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ആൺപാമ്പിനറിയാം അവിടെ മറ്റ് ആൺപാമ്പുകളുണ്ടാവും. മേൽ കോമ്പാറ്റ് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഫൈറ്റ് അവിടെ നടക്കും. മേറ്റിങ്ങിന് അവകാശത്തിന് വേണ്ടിയുള്ള കോമ്പാറ്റ് നടക്കും. അപ്പോൾ ആ ഒരു അഗ്രഷനിലാണ് ഇത് പോകുന്നത്. ആ സമയത്ത് വഴിയിൽ ഏതെങ്കിലും ശത്രുക്കളെ കണ്ടു കഴിഞ്ഞാൽ അത് കടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മേറ്റിംഗ് സീസണിൽ പാമ്പ് പിടി ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അത് ഈ സമ്മർ സീസണാണ് നമ്മൾ ആദ്യം പറഞ്ഞ. അത് ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയങ്ങളിലാണ് മൂർഖം പാമ്പിൻ്റെയൊക്കെ മീറ്റിംഗ് സീസൺ സാധാരണ വരുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് വിട്ടുപോയി. ആന്റിവെനത്തിന്റെ സംഗതി. അതെ 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 എല്ലാം ഈ ക്ലോസ് റേഞ്ചിൽ തൊട്ടടുത്ത് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ അതിൻ്റെ ഡിഫൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് സാധാരണഗതിയിൽ അത് നമ്മുടെ സാന്നിധ്യം അത് നേരത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മാറിത്തരും. അങ്ങനെയാണ് ചെയ്യാറ്. ഇനി തൊട്ടടുത്ത് അവിചാരിതമായിട്ട് എത്തിപ്പെട്ടാൽ മാത്രമാണ് അത് കടിക്കുക. ഇനി ഈ പാമ്പിൻ്റെ വിഷം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതായിരുന്നു. അതായത് ശത്രുവിനെ പ്രതിരോധിക്കുന്നതിനേക്കാൾ കൂടുതൽ പാമ്പ് വിഷം ഉപയോഗിക്കുന്നത് ഇര പിടിക്കാൻ വേണ്ടി തന്നെയാണ്. അത് പൊതുവിലുള്ളൊരു തെറ്റായൊരു ധാരണ എന്ന് പറഞ്ഞാൽ പാമ്പ് ശത്രുവിനെ കടിക്കുമ്പോൾ മാത്രമേ വിഷം കുത്തിവെക്കുകയുള്ളൂ. ഇര പിടിക്കുമ്പോൾ വിഷം കുത്തിവെക്കത്തില്ല. കാരണം ഇരയുടെ ദേഹത്ത് വിഷം കുത്തിവെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ പാമ്പ് ചത്തുവും എന്നുള്ളൊരു ധാരണയാണ്. അത് പാമ്പിൻ വിഷം എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് പലരും പറയാറുണ്ട് പോയ്സണസ് സ്നേക്സ് എന്ന് പറയും. തെറ്റാണ്. പോയ്സൺ അല്ല. പാമ്പിൻ വിഷം എന്ന് പറയുന്നത് വെനമാണ്. വെനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സലൈവ ഉണ്ടല്ലോ, ഉമിനീരിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. അത് കോൺസെൻട്രേറ്റഡ് പ്രോട്ടീൻസും എൻസൈംസും ഒക്കെയാണ് പാമ്പിൻ വിഷത്തിലുള്ളത്. ദഹനരസം തന്നെയാണ്. ആ ദഹനരസം
ഇരയുടെ ദേഹത്ത് കുത്തിവെക്കുമ്പോഴാണ് ആ ഇരജീവി ഇമ്മൊബിലൈസ്ഡ് ആവുന്നത്. എലിയുടെ ദേഹത്ത് പാമ്പ് കടിച്ചു, എലി കുറച്ചങ്ങോട്ട് ഓടിക്കുമ്പോഴേക്കും അത് അവിടെ കുഴഞ്ഞു വീഴുന്നത് ഈ വിഷത്തിൻ്റെ ആക്ഷൻ കൊണ്ടിട്ടാണ്. അപ്പോഴേക്കും അത് ദഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പാമ്പ് അതിൻ്റെ പുറകെ ഇഴഞ്ഞു വന്നിട്ട് അതിനെ എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതിനു മുന്നേ തന്നെ ദഹനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ദഹനരസമാണ്. വെനം ഇഞ്ചക്ട് ചെയ്തിട്ട് തന്നെയാണ് പാമ്പ് ഇരജീവികളെ പിടികൂടുന്നത്. ഇരയെ പിടിക്കുമ്പം പാമ്പ് വെനം ഇഞ്ചക്ട് ചെയ്യില്ല എന്നുള്ളത് ഈ വെനവും പോയിസണും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ലാത്തതുകൊണ്ടാണ്. പോയിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഏത് രൂപത്തിൽ നമ്മൾ ഉള്ളിലേക്ക്, വായിലൂടെ ഉള്ളിലേക്ക് പോയി നമ്മൾ കഴിച്ചു, ദോഷകരമാണ്, അപകടകരമാണ്. നമ്മുടെ ബ്ലഡിലേക്ക് അത് കുത്തിവെച്ചു, എന്നാലും അപകടകരമാണ്. അതായത് ഇൻജസ്റ്റ് ചെയ്താലും ദേഹത്ത് ഇഞ്ചക്ട് ചെയ്ത് ബ്ലഡിൽ കലർന്നാലും അപകടകരമാകുന്ന ഒരു വസ്തുവാണ് പോയിസൺ എന്ന് പറയുന്നത്. വെനം എന്ന് പറയുന്നാൽ അത് ഇൻജസ്റ്റ് ചെയ്താൽ ദഹിച്ചു പോകുന്നതാണ്, പ്രോട്ടീനാണ്. ഇഞ്ചക്ട് ചെയ്താൽ, ബ്ലഡിലേക്ക് കലർന്നാൽ, കുത്തിവെച്ചാൽ അപകടകരമാവും. അതാണ് വെനം. അപ്പോൾ പോയിസണും വെനവും ആക്ച്വലി രണ്ടും രണ്ടാണ്. പോയിസണസ് സ്നേക്സ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിസണസ് സ്നേക്സ് ഇല്ല, നമുക്ക് കേരളത്തിലില്ല. ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ റെഡ് നെക്ഡ് കീൽബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആസാമിലൊക്കെ കാണുന്ന ഒരു സ്പീഷീസ് പോയിസണസ് ആണ്. അതായത് അത് നമ്മളെ കടിച്ചാലും നമ്മൾ അതിനെ കടിച്ചാലും അപകടകരമാണ്. അത് പിടികൂടി ഭക്ഷിക്കുന്ന ചില ജീവികളുടെ ദേഹത്തുള്ള വിഷാംശം അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ് അതിൻ്റെ പോയിസൺ. പാമ്പ് ഓടിച്ചിട്ട് കൊത്തുന്ന സംഭവം സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത് കണ്ടു, അത് ഭയപ്പെട്ടു, നമ്മൾ ഓടി മാറുമ്പോഴേക്കും പെട്ടെന്ന് ചിലപ്പോൾ തൊട്ടുപുറകെ ഓടി ഒന്ന് കടിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു അഗ്രസീവ് ഇതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് അത് തിരിഞ്ഞോടാം, നമ്മളും തിരിഞ്ഞോടാം, അങ്ങനെയും സംഭവിക്കാം. ഓടി വന്ന് ദൂരെ നിന്ന് നമ്മളെ കണ്ടിട്ട് ഓടി വന്ന് കടിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. അത് ഭയന്നിട്ടാണ്. പാമ്പ് പേടിച്ചിട്ട് ഓടി, ഒന്നുകിൽ തിരിഞ്ഞോടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ നേരെ ഓടിയിട്ട് കടിക്കാം. അത് അതിൻ്റെ പെട്ടെന്നുള്ള റിയാക്ഷൻ അനുസരിച്ച് മാറാം. ഈ വൈപ്പറിന് പ്രത്യേകമായിട്ട് ആന്റിവെനം ഇല്ല. വൈപ്പറിന്റെ ഭയങ്കര ഡേഞ്ചറസ് അല്ലേ? എനിക്കറിയാവുന്ന ഒരു സ്ത്രീ ഇത് വൈപ്പർ കടിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളം ട്രീറ്റ്മെന്റിലായിരുന്നു. ഹംബുനസിനാണ് അത്. റസൽസ് വൈപ്പർ ആയിരിക്കും. റസൽസ് വൈപ്പറിന് ആന്റിവെനം ഉണ്ട്. പോളിവാലന്റ് ആന്റിവെനം റസൽസ് വൈപ്പറിന് വളരെ എഫക്റ്റീവാണ്. അത് ഓർഗൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസിനെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ആന്റിവെനം അഡ്മിനിസ്റ്റർ ചെയ്തു, ആൾ ഓക്കെ ആയി, നമ്മൾ തുടർ പരിശോധനകളോ അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടിന്യൂസ് മോണിറ്ററിങ് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഓർഗൻസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഹീമോടോക്സിക് എൻവെനമേഷൻ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ആ രോഗിയുടെ തുടർ പരിശോധനകൾ നമ്മൾ നടത്തുകയും തുടർ കണ്ടിന്യൂസ് മോണിറ്ററിങ് നമ്മൾ ചെയ്യുകയും വേണം. പൊതുവെയുള്ള ധാരണ എന്ന് പറഞ്ഞാൽ കടിച്ച പാമ്പിനെ തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. അത് അതായത് പല ആൾക്കാരും ഈ കടിച്ച പാമ്പിനെ തല്ലിക്കുന്ന അതിനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ കേസസ് ഉണ്ട്. അതായത് പലപ്പോഴും ഇപ്പോഴും ചോദിക്കാറുണ്ട്, അത് ഈ പാരമ്പര്യ വൈദ്യന്മാരൊക്കെയാണ് അങ്ങനെ ചോദിക്കാറ്. 2 സംഗതികളാണ്. ഒന്ന്, കടിച്ച പാമ്പിനെ തിരിച്ചറിയേണ്ട കാര്യമില്ല, നേരെ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം കേരളത്തിലും ഇന്ത്യയിലും ഒരേ ഒരു ആന്റിവെനം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. എല്ലാ പാമ്പുകൾക്കും ഉള്ള എന്നുള്ളതല്ല. അതാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗം. അതാണ് അതാണ് ഞാൻ പറയാം. അതായത് ആന്റിവെനം 2 ടൈപ്പാണ്. ഒന്ന് മോണോവാലന്റ് ആന്റിവെനം, ഏതെങ്കിലും ഒരു സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട്. ഇപ്പം മൂർഖൻ പാമ്പിന്റെ കടിയേറ്റു, അതിനെതിരെ മൂർഖന്റെ കടിക്കെതിരെ മാത്രം ചികിത്സിക്കാൻ പറ്റുന്ന മോണോവാലന്റ് ആന്റിവെനം. അണലിയുടെ റസൽസ് വൈപ്പറിന്റെ കടിയേറ്റു, റസൽസ് വൈപ്പറിന്റെ കടിക്കെതിരെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന റസൽസ് വൈപ്പറിന്റെ മോണോവാലന്റ് ആന്റിവെനം. അത്തരത്തിലുള്ള ഒരു സ്പീഷീസിനെതിരെയുള്ള മോണോവാലന്റ് ആന്റിവെനവും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇനി മറ്റൊന്ന് പോളിവാലന്റ് ആന്റിവെനം. പോളിവാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം സ്പീഷീസിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോളിവാലന്റ് ആന്റിവെനം. ഇന്ത്യയിൽ നമുക്ക് ഒരേ ഒരു പോളിവാലന്റ് ആന്റിവെനം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്ന 4 ഇനത്തിൽപ്പെട്ട വിഷപ്പാമ്പുകളുടെ കടിയെ പൊതുവിൽ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ അതിനെതിരെ ആന്റിഡോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആന്റിവെനമാണ്. ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇനം വിഷപ്പാമ്പുകൾ. ഒന്ന് സ്പെക്ടക്കിൾഡ് കോബ്ര, മൂർഖൻ പാമ്പ്. മൂർഖനെന്നോ പത്തിക്കാരനെന്നോ അല്ലെങ്കിൽ വെമ്പാലയെന്നോ സർപ്പമെന്നോ നാഗമെന്നോ ഒക്കെ നമ്മൾ പൊതുവിൽ പല സ്ഥലങ്ങളിൽ വിളിക്കുന്ന പത്തിയുള്ള മൂർഖൻ പാമ്പ്, സ്പെക്ടക്കിൾഡ് കോബ്ര.
2 കോമൺ ക്രൈറ്റ്. കോമൺ ക്രൈറ്റിനാണ് ഈ പ്രാദേശികമായി ഏറ്റവും കൂടുതൽ പേരുകളുള്ളത്. വെള്ളിക്കെട്ടൻ, വളവളപ്പൻ, ശംഖുവരയൻ, വളകഴപ്പൻ, മോതിരവളയൻ, എട്ടടി വീരൻ, കരിവേല എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ ഒരുപാട് പേരുകളുണ്ട്. ലുക്കലൈക്സും ഒരുപാടുള്ളൊരു പാമ്പാണ്. അതായത് അതിനെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരുപാട് പാമ്പുകളുണ്ട്. വളയങ്ങളുള്ളതും അതേ നിറത്തിലുള്ളതുമായിട്ട് ഒട്ടും വിഷമില്ലാത്ത എന്നാൽ വെള്ളിക്കെട്ടനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരുപാട് പാമ്പുകളുണ്ട്. ഈ 2 എണ്ണം, അതായത് മൂർഖം പാമ്പും വെള്ളിക്കെട്ടനും ന്യൂറോടോക്സിക് ആണ്. ബിഗ് 4 വെനമസ് സ്നേക്സിലെ 2 എണ്ണം ന്യൂറോടോക്സിക് ആണ്. സ്പെക്ടക്കിൾഡ് കോബ്രയും കോമൺ ക്രൈറ്റും. 3-ാമത്തേതും 4-ാമത്തേതും റസൽസ് വൈപ്പറും സോസ്കെയിൽഡ് വൈപ്പറും. റസൽസ് വൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കില പുള്ളി, മഞ്ചട്ടി എന്നൊക്കെ പല പ്രാദേശികമായിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്ന അണലി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അണലി, റസൽസ് വൈപ്പർ. പിന്നെ സോസ്കെയിൽഡ് വൈപ്പർ. ആദ്യം പറഞ്ഞ 3 എണ്ണവും കേരളത്തിൽ പൊതുവായിട്ട് എല്ലായിടത്തും കാണുന്നതാണ്. ഈ പറഞ്ഞ 4-ാമത് പറഞ്ഞ സോസ്കെയിൽഡ് വൈപ്പർ, ചുരുട്ടമണ്ഡലി, ഈർച്ചവാൾ സൽക്കാണലി എന്നൊക്കെ പേരുണ്ട്. അത് കേരളത്തിലെ ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. അതായത് കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ല, പാലക്കാട് ജില്ലയുടെ വാളയാറ് പ്രദേശം, അതായത് ഈ പറഞ്ഞ ജില്ലകളുടെ വരണ്ട പ്രദേശങ്ങളിലാണ് ഇതിനെ കാണുന്നത്. അല്ലാതെ കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലൊന്നും ഇതിനെ കാണാറില്ല. കേരളത്തിൽ പൊതുവെ കാണുന്ന അപകടകാരികളായിട്ടുള്ള പാമ്പുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ ബിഗ് 4 വെനമസ് സ്നേക്സിൽ ആദ്യം പറഞ്ഞ 3 എണ്ണം: സ്പെക്ടക്കിൾഡ് കോബ്ര, കോമൺ ക്രൈറ്റ്, റസൽസ് വൈപ്പർ. കൂടാതെ സോസ്കെയിൽഡ് വൈപ്പർ. ഈ 4 എണ്ണത്തിനും കൂടെ പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോളിവാലൻ്റ് ആൻറ്റിവെനമാണ് നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ആൻറ്റിവെനം അവൈലബിൾ അല്ലാത്ത മറ്റ് ചില സ്പീഷീസ് ഉണ്ട്. പൊതുവിൽ അപകടകാരികളായിട്ട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന, മീൻസ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന സ്പീഷീസ് ഒന്ന് ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പർ. കേരളത്തിൽ പൊതുവിൽ മലയോര മേഖലകളിൽ, കൃഷിയിടങ്ങളിലും വനപ്രദേശങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു പാമ്പാണ്. മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പറയും. തവിട്ട എന്നും ചുരുട്ട എന്നും ഒക്കെ പല സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ട് അറിയപ്പെടാറുണ്ട്. അത് എന്താണ്, ഒരു നാഷണൽ സെനാറിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ, രാജ്യത്തെ മൊത്തത്തിലൊരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ത്രെട്ടല്ല. കാരണം എല്ലായിടത്തും അത് കാണപ്പെടുന്നില്ല. അത് എന്താണ്, നമ്മുടെ സൗത്ത് വെസ്റ്റേൺ ഗാഡ്സിൽ മാത്രമാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുള്ളൂ. അപ്പോൾ ഗോവ മുതൽ തെക്കോട്ട് കർണാടക, കേരള, തമിഴ്നാട് ഇത്രയും സ്ഥലങ്ങളിലാണ് അതുള്ളൂ. ഗോവയിലും കർണാടകയിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് വനപ്രദേശം, ജനവാസം കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിനെ കാണാറ്. തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ഡ്രൈ ഫോറസ്റ്റ് ആയത് കാരണം അതിൻ്റെ ഈ കാണാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ കേരളത്തിൽ വെസ്റ്റേൺ ഗാഡ്സിൻ്റെ കേരള സൈഡ്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഈസ്റ്റേൺ ആസ്പെക്റ്റ് എന്ന് പറയാം, വെസ്റ്റേൺ ഗാഡ്സിൻ്റെ വെസ്റ്റേൺ ആസ്പെക്റ്റ്, പടിഞ്ഞാറേക്കുള്ള ചരിവിൽ പച്ചപ്പും ജലാംശവും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആ വനപ്രദേശത്തും അതുപോലെ അതിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടങ്ങളും മറ്റ് കൃഷിയിടങ്ങളിലൊക്കെ ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പറിൻ്റെ സാന്നിധ്യം ഒരുപാടുണ്ട്. കേരളത്തിൽ വിഷപ്പാമ്പിൻ്റെ കടിയേൽക്കുന്ന കേസുകളിൽ ഏതാണ്ട് 4-1 ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പറാണ്. കേരളത്തിൽ പാമ്പ് കടിയേൽക്കുന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 3500 മുതൽ 4500ഓളം പേരെ ഒരു വർഷം പാമ്പ് കടിക്കാറുണ്ട്. അതിലൊരു 75% വിഷമില്ലാത്ത പാമ്പുകളുടെ ബൈറ്റാണ്. ബാക്കിയുള്ളതിലാണ് അതിൻ്റെ 4-1 ഈ ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പറിൻ്റെ ബൈറ്റാണ്. പിന്നെ രാജവെമ്പാല, ആൻറ്റിവെനം ഇല്ലാത്ത മറ്റൊരു പാമ്പാണ് രാജവെമ്പാല. ഈ ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പറിന് ആൻറ്റിവെനം ഇല്ലെങ്കിൽ പോലും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. ഒരു ഹെൽത്തി അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണഗതിയിൽ അപകടകാരം ആകാറില്ല, മരണകാരണമൊന്നും ആകാറില്ല, കോംപ്ലിക്കേഷൻസിലേക്ക് എത്താറില്ല. രാജവെമ്പാലയ്ക്കും ആൻറ്റിവെനം ഇല്ല. രാജവെമ്പാലയ്ക്ക് പണ്ട് ഇന്ത്യയിൽ ആൻറ്റിവെനം ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ആവശ്യക്കാരില്ല. രാജവെമ്പാല ആരെയും കടിക്കാറില്ല. ഏറ്റവും ശാന്തനും സൗമ്യനുമായിട്ടുള്ളൊരു പാമ്പാണ്. ഏറ്റവും വലുപ്പം കൂടുതലാണ്, ഏറ്റവും ഡേഞ്ചറസ് ആണ്, ഏറ്റവും വലുപ്പം കൂടുതലുള്ള പാമ്പാണ്, ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അത് സാധാരണഗതിയിൽ ആൾക്കാരെ കടിക്കാറില്ല. അതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഉൾവനങ്ങളാണ്. സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അത് അപൂർവമായിട്ടേ എത്താറുള്ളൂ, പൊതുവെ എത്താറില്ല. ഈ വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ ഒരു കാലത്ത് എൻ്റെയൊക്കെ കൊച്ചിൽ വളരെ കോമൺ ആയിരുന്നു. പക്ഷെ ഇപ്പം ഈ അടുത്ത കാലത്ത് നിന്നുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാനെന്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളിക്കെട്ടൻ കോമൺ എന്നുള്ളതല്ല, അത് മുമ്പ് നമ്മൾ കൂടുതൽ കാണുന്നത് വെള്ളി വരയനെയാണ്. കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഇതുപോലെ വളയങ്ങളുള്ള എന്നാൽ വിഷമില്ലാത്ത ചുമരിലൂടെ കയറി വരാൻ പറ്റുന്ന വെള്ളിക്കെട്ടനെ പോലെ തന്നെ രാത്രി സഞ്ചാരിയാണ്, ചുമരിലൂടെ കയറി വരാൻ പറ്റും. ഇത് ഈ വെള്ളിക്കെട്ടനും വെള്ളിവരയനും ഈ പ്രത്യേകതയുണ്ട്. അതിനെയാണ് നമ്മൾ പൊതുവിൽ എല്ലായിടത്തും കാണുന്നത്. വെള്ളിക്കെട്ടനെ കാണാനുള്ള സാഹചര്യം കുറവാണ്. പിന്നെ ഈ വെള്ളിവരയൻ പാമ്പെന്ന് പറയുന്നത് വിഷമില്ലാത്ത ഈ പാമ്പിനെ പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് വെള്ളിക്കെട്ടന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്, ഇരയാണ് വെള്ളിവരയൻ പാമ്പ്.
അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളിവരയൻ വീടിനകത്ത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളിവരയൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡെന്ന് പറയുന്നത് പല്ലിയാണ്. പല്ലി വീടിനകത്തുണ്ടെങ്കിൽ പല്ലിയെ പിടിക്കാൻ വേണ്ടി വീടിനകത്ത് കയറി വരും. അപ്പോൾ ഈ പല്ലിയെ പിടിക്കാൻ വന്ന വെള്ളിവരയനെ പിടിക്കാൻ വേണ്ടി വെള്ളിക്കെട്ടനകത്തേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും ലേറ്റ് നൈറ്റ് മാത്രം ആണ് ഇതിൻ്റെ പൊതുവിലുള്ളതിൻ്റെ ആക്ടിവിറ്റി. നൊക്ടൂർണൽ ആക്ടിവിറ്റി ഉള്ള പാമ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ ഇതിനെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ കിടന്നുറങ്ങിയതിന് ശേഷമൊക്കെയാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. പിന്നെ വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ പണ്ടുള്ളവർ പ്രത്യേകം പറയുന്ന ഒരു മുൻകരുതലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ഒരാൾക്ക് കിളിമാനൂരുള്ള ഒരു അമ്മയ്ക്ക് പാമ്പ് കടിയേറ്റത് കിണറിനടുത്ത് വെച്ചാണ്. അതായത് കിണറിനടുത്തേക്കൊക്കെ രാത്രി സമയങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ പാമ്പുണ്ടാവും എന്ന് പറയും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വെള്ളം കോരുന്ന കിണറാണ്. തൊട്ടിയും കയറും ഉപയോഗിച്ച് വെള്ളം കോരും. അവിടെ വെച്ച് തന്നെ നമ്മൾ കുളിക്കും, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ തുണികളൊക്കെ കഴുകും, പാത്രങ്ങളൊക്കെ കഴുകും. അപ്പോൾ കുറേ വെള്ളം കിണറിന് ചുറ്റും എപ്പോഴും ഉണ്ടാവും. നിലാവുള്ള രാത്രിയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ചന്ദ്രൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും, വെളിച്ചം ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ആകാശത്ത് ഇങ്ങനെ പറക്കുന്ന പ്രാണികളൊക്കെ ഇതിലേക്ക്, പ്രത്യേകിച്ച് ഈയൽ പോലുള്ള സന്ധ്യസമയത്ത് പുറത്തിറങ്ങുന്ന പ്രാണികളൊക്കെ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഈ വെള്ളത്തിലേക്ക് വന്ന് ചിലത് വെള്ളത്തിൽ വീഴും, അല്ലെങ്കിൽ ആ പരിസരത്ത് വന്ന് വീഴും. തേനീച്ച പോലുള്ള ചെറിയ ജീവികളൊക്കെ അവിടെ വന്ന് വീഴും. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പല്ലികളും തവളകളും ആ പ്രദേശത്ത് വരും. ആ പല്ലിയും തവളയും പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാമ്പ് വരും. മിക്കവാറും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പിന്നെ നമ്മുടെ ഇപ്പം ഇഷ്ടികയും ഒക്കെ ഉപയോഗിച്ച് അരമതിൽ കെട്ടിയിട്ട് അത് തേച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റൈലല്ല പണ്ടത്തെ കിണറുകൾ. വെട്ടുകല്ലോ പോലുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് അതിനിടയിൽ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. ഈ പന്നൽ ചെടികളൊക്കെ കിണറിനുള്ളിലും ഉണ്ടാവും. ഇന്നത്തെ പോലെ മൂടിയ കിണറൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ സ്ഥിരമായിട്ട് ആ കിണറിനകത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഈ പാമ്പുകൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ കിണറിനടുത്തേക്ക് പോകുന്നതിന് പ്രത്യേകം പഴമക്കാരിങ്ങനെ അത് സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. ഇപ്പോഴും നാട്ടിൻപുറത്തെ കിണറുകളിലൊക്കെ ഇപ്പം ഈ വേനൽക്കാലം ആകുമ്പോഴേക്കും മോട്ടോർ ഉപയോഗിച്ച് അടിക്കാൻ പറ്റാത്ത കിണറിൽ നമ്മളിപ്പോഴും കോരാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം ഉള്ളിടത്ത് പ്രത്യേകിച്ച് ഈ ഒരു കരുതൽ ആവശ്യമാണ് കിണറിനടുത്തേക്ക് പോകുമ്പോൾ. വീട്ടിനകത്തേക്ക് ഇത് വരുന്നെന്ന് ഞാൻ പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചാണകം മെഴുകിയ വീടുകൾ ഉണ്ടായിരുന്ന സമയത്താണ്. ഈ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോറിങ് വന്നതിന് ശേഷം ഇത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന്? ഒന്ന് അതിൻ്റെ ഇപ്പം ഏതെങ്കിലും മാർഗത്തിൽ ഈ കുഞ്ഞുങ്ങൾ വീടിനകത്തേക്ക് കയറിയതോ ഒക്കെ ആകാം. ഇപ്പം വീടിന് പുറത്ത് കുഞ്ഞുങ്ങൾ വെള്ളിക്കെട്ടൻ മുട്ടയിട്ടിട്ട് വീടിന് പുറത്ത് ജനിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ വീടിനകത്ത് പല്ലിയുടെ സാന്നിധ്യമോ മറ്റോ വീടിനകത്തേക്ക് ഇവയെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഒരു സംഗതി. അങ്ങനെ കയറിപ്പോകാൻ പറ്റുന്ന വഴികളുണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി. അത് ചിലപ്പോൾ ആ വീട്ടിലേക്ക് പടർന്നു കിടക്കുന്ന വള്ളിച്ചെടിയോ ഒക്കെ ആകാം. ഈ ടൈലിട്ട വീടാണെങ്കിൽ പോലും ടൈലിൻ്റെ കോർണറിലൂടെ ആ ഒരു ഗ്രിപ്പിലൂടെ ഇതിന് വീടിനകത്തേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വീടിനകത്ത് എത്തുമ്പോഴേക്കും അതിന് അവിടെയും ഒളിച്ചിരിക്കാൻ പറ്റുന്ന, സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ദിവസങ്ങളോടെ കഴിഞ്ഞുകൂടാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ എസ്പെഷ്യലി തൃശ്ശൂർ ജില്ലയിലെ കോടാലിയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ നിലത്ത് ബെഡിട്ട് കിടന്നുറങ്ങി ആദ്യം, എന്നിട്ട് പിന്നെ കട്ടിലിൽ പോയി കിടന്നുറങ്ങി എന്നുള്ളതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിലത്ത് കിടന്നുറങ്ങിയ സമയത്തായിരിക്കണം ഈ പാമ്പും കുഞ്ഞ് അവരെ പോയി കടിച്ചിരിക്കാൻ സാധ്യത. കടിച്ചത് കുഞ്ഞു പാമ്പാണ്, കടിയേറ്റതും കുഞ്ഞുങ്ങൾക്കാണ്, കുട്ടികൾക്കാണ്, 10-8 വയസ്സുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാമ്പ് ഒരാളെ കടിച്ചു, രണ്ടാമതൊരാളെ കടിച്ചാൽ വിഷമേൽക്കില്ല എന്നൊക്കെയുള്ള ധാരണ അസ്ഥാനത്താണ്. ആക്ച്വലി 2, 3, 4 പേരെ കടിച്ചാലും എല്ലാവർക്കും ഇൻവെൻമേഷൻ സീരിയസ് ആകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. കുഞ്ഞു പാമ്പായതുകൊണ്ട് വിഷമില്ല അല്ലെങ്കിൽ കടിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള ധാരണയും തെറ്റാണ്, വളരെ തെറ്റാണ്. കുഞ്ഞു പാമ്പ് കടിച്ചാലും ഒന്നിലധികം കുഞ്ഞുങ്ങളെ കടിച്ചാലും ഒക്കെ സീരിയസ് ആയിട്ടുള്ള ഇൻവെൻമേഷന് എല്ലാ സാധ്യതയും ഉണ്ട്. ഒരുപാട് പാമ്പുകളുണ്ട്. വൈൻ സ്നേക്സ്, പച്ചില പാമ്പുകളൊക്കെ കയറും, പൂച്ചക്കണ്ണം പാമ്പുകൾ കയറും, മലമ്പാമ്പ് നന്നായിട്ട് കയറും, രാജവെമ്പാല, മൂർക്കൻ, വെള്ളിക്കെട്ടൻ ഇതൊക്കെ നന്നായിട്ട് മരത്തിൽ കയറും, കയറാൻ പറ്റും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വനപ്രദേശത്താണ്. ജനവാസ മേഖലകളിൽ ഇപ്പോൾ പൂച്ചക്കണ്ണം പാമ്പിനെ ഒന്നും അങ്ങനെ കാണാറില്ല. വൈൻ സ്നേക്സ്, പൂച്ചക്കണ്ണം പാമ്പുകൾ, മലമ്പാമ്പ് ഇതൊക്കെ വനപ്രദേശത്ത് മാത്രം കാണുന്ന പാമ്പുകളാണ്. റെയറായിട്ട് മാത്രമാണ് അത് ജനവാസ മേഖലകളിലേക്ക്, ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ വരാറ്. അണലി പിറ്റ് വൈപ്പേഴ്സിന് കയറാൻ പറ്റും. പല പിറ്റ് വൈപ്പേഴ്സും, ബാംബു പിറ്റ് വൈപ്പർ, അതുപോലെ ലാർജ് സ്കെയിൽഡ് പിറ്റ് വൈപ്പർ, മലബാർ പിറ്റ് വൈപ്പറിനൊക്കെ നന്നായിട്ട് മരം കയറാൻ പറ്റും. എന്നാൽ ഹംബ്നോസ്റ്റ് പിറ്റ് വൈപ്പർ, റസൽസ് വൈപ്പർ, സോസ്കെയിൽഡ് വൈപ്പർ, അതുപോലെ ഹോഷൂ പിറ്റ് വൈപ്പർ, അതിനൊക്കെ മരം കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് അങ്ങനെ നല്ല ക്ലൈംബേഴ്സ് അല്ല, അത് ആർബോറിയൽ നേച്ചർ കുറവാണ്.
പറക്കുന്ന പാമ്പ് ആക്ച്വലി ഒരെണ്ണമുണ്ട്. അതായത് ഓർണേറ്റ് ഫ്ലൈങ് സ്നേക്ക്. സാധാരണ പാമ്പുകൾ മരത്തിൻ്റെ ഒരു ചില്ലയിൽ നിന്ന് അടുത്ത ചില്ലയിലേക്ക് കണക്ട് ചെയ്താണ് ഇഴഞ്ഞു പോവുക. പക്ഷേ ഒരു ചില്ലയിൽ നിന്ന് ഗ്ലൈഡ് ചെയ്ത് അടുത്ത ചില്ലയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു പാമ്പുണ്ട്. അതാണ് ഓർണേറ്റ് ഫ്ലൈങ് സ്നേക്ക്. മൈൽഡ്ലി വെനമസ് ആണ്. സ്വർണ്ണപ്പാമ്പ്, സ്വർണ്ണനാഗം എന്നൊക്കെ പറയുന്നത് കളർ മോർഫുകളാണ്. കേരളത്തിൽ ഒരേ ഒരു മൂർഖൻ ഇനമേ ഉള്ളൂ. അത് നമ്മൾ ഇന്ത്യൻ സ്പെക്ടക്കിൾഡ് കോബ്ര എന്നൊക്കെ പറയുന്ന നാജ എന്ന് സയൻറ്റിഫിക് നെയിമുള്ള മൂർഖൻ പാമ്പ്. എല്ലാ പാമ്പുകളിലും കളർ വേരിയേഷൻസ് കാണാറുണ്ട്. അത് ഒരുപാട് കളർ വേരിയേഷൻസ് കാണാറുണ്ട്. ഭയങ്കര ഡാർക്ക് കളറും റിങ്സ് ഉള്ളതും റിങ്സ് ഒന്നുമില്ലാത്ത നല്ല ലൈറ്റ് കളറും വെള്ള നിറത്തിലുള്ള ആൽബിനിസ്റ്റിക് ആയിട്ടുള്ളതും നല്ല ഈ ഗോൾഡൻ കളറിലൊക്കെ കാണുന്നത് സാധാരണ ഈ പോക്കുവെയിൽ വൈകുന്നേരത്തെ വെയിലടിക്കുന്ന സമയത്ത് നല്ല സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അത് കളറിലുള്ള വേരിയേഷൻസ് മാത്രമാണ്, കളർ മോർഫുകളാണ്, അല്ലാതെ മറ്റ് വ്യത്യാസങ്ങളില്ല. ഒരേ സ്പീഷീസ് തന്നെയാണ്. മലയാളികൾ പല നിറത്തിലെന്ന് പറഞ്ഞതുപോലെ ഇപ്പം ആഫ്രിക്കയിലുള്ള ആൾക്കാരെയും ചൈനയിലുള്ള മംഗോളിയൻ റേസിനെയും ആഫ്രിക്കൻ റേസിനെയും യൂറോപ്യനെയും ഇന്ത്യനെയും ഒക്കെ കണ്ടാൽ ജനറ്റിക് ലെവലിലുള്ള വേരിയേഷൻസ് ഉണ്ട്. ഓരോ റേസിനെയും നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇന്ത്യൻസിനെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരെ തന്നെ തമ്മിൽ കളറിൽ വ്യത്യാസമുണ്ട്. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ഒരേ നിറക്കാരല്ല. ആ ഒരു വേരിയേഷനാണ് കളർ മോർഫുകൾ എന്ന് പറയുന്നത്. നല്ല വ്യത്യാസം കളറിലുണ്ടാവും. അത് വേറെ വേറെ സ്പീഷീസ് അല്ല, ഒരേ സ്പീഷീസിലുള്ള കളർ മോർഫുകൾ മാത്രമാണ്. നാഗമാണിക്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നെപ്പോലെ ഇത്രയും പാമ്പുകളെയൊക്കെ പിടിക്കുന്ന ആൾക്കാർ ഒരു 5-8 വർഷം സർവീസൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ വോളണ്ടറി റിട്ടയർമെൻ്റ് ഒക്കെ എടുത്തിട്ട് ലാവിഷായിട്ട് ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ സുഖവാസം നയിക്കും. അങ്ങനൊന്നുമില്ല. അത് ഈ യൂട്യൂബിലൊക്കെ വീഡിയോസ് വരാറുണ്ട്. പലരും പാമ്പിനെ ഭയങ്കര മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ട് അതിൻ്റെ തല ഈ കത്തി കൊണ്ട് കീറി അതിനകത്ത് കല്ല് വെച്ചിട്ട് പിന്നെ അത് മുറിച്ച് എടുക്കുന്നതായിട്ടൊക്കെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള പലരും നാഗമാണിക്യം എന്നുള്ള രീതിയിൽ. അങ്ങനൊന്നുമില്ല. നാഗമാണിക്യം, ഗജമൂത്ത് എന്നൊക്കെ പറയുന്നത് അന്ധവിശ്വാസങ്ങളാണ്. ഈ പാമ്പിനെ തട്ടിക്കൊന്ന കേസുണ്ടോ? പാമ്പുകൾ വന്യജീവികളാണ്. പക്ഷേ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ സ്വയം രക്ഷ അർത്ഥം ചിലപ്പം പാമ്പുകൾ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ പലരും തല്ലിക്കൊല്ലാറുണ്ട്. അതിന് വനംവകുപ്പ് അങ്ങനെയുള്ള സംഗതികളിൽ പൊതുവെ കേസെടുക്കാറില്ല. അത്തരം ജീവന് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരാൾ കൊച്ചുമക്കളൊക്കെ ഉള്ള വീട്ടിൽ പാമ്പിനെ കണ്ടു, തല്ലിക്കൊന്നു, അങ്ങനെയുള്ള കേസുകളിലൊന്നും ഒരുപാട് കേസുകൾ ഇങ്ങനെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ടെങ്കിൽ പോലും കേസെടുക്കാറില്ല. പിന്നെ ഒരു കാര്യവുമില്ല, തല്ലിക്കൊല്ലേണ്ട ഒരു കാര്യവുമില്ലാതെ വെറുതെ വെല്ലുവിളിച്ചിട്ട് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ചിലർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഇതിൽ കേസെടുക്കാറുമുണ്ട്. നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാമ്പുകൾ വന്യജീവികളാണ്, സംരക്ഷിത വിഭാഗത്തിൽ വരുന്ന ജീവികളാണ്. തല്ലിക്കൊന്നു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. കൊന്നാൽ മാത്രമല്ല പിടിച്ചു വെക്കുന്നതും കുറ്റകരമാണ്. എന്റെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് പേടിക്കുന്ന ഒരു സിനിമ അനാക്കോണ്ട, വെള്ളത്തിന്റെ അകത്തൂടെ പാമ്പ്. ടെക്നിക്കലി ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ വലിയ പാമ്പുകൾ, മനുഷ്യനെ തന്നെ വിഴുങ്ങുന്ന പാമ്പുകൾ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതെ, നമ്മളോടിപ്പോൾ വനംവകുപ്പിൽ ഞാൻ ആദ്യം ജോലിയിൽ വരുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്ത പല സ്ഥലങ്ങളിലും, ഇപ്പം മറയൂരാണ് എനിക്ക് എൻ്റെ തുടക്കം. മറയൂരും അവിടെയുള്ള ആൾക്കാരും പറയാറുണ്ട്. അത് കഴിഞ്ഞ് അച്ചൻകോലി വന്നപ്പോൾ അവിടെയുള്ള ആൾക്കാരും പറയും. അത് കഴിഞ്ഞ് തട്ടേക്കാട് പോയപ്പോൾ അവിടെ ഉള്ളവരും പറയും. കേരളത്തിലുടനീളം എല്ലാവരും പറയുന്നൊരു പാമ്പാണ് ഇപ്പം പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പാമ്പാണ് കരിങ്കോളി എന്നൊക്കെ പറയും. കോഴിയുടേതുപോലുള്ള പൂവും ആടയും ഒക്കെയുള്ള കൊക്കുന്ന പാമ്പ് എന്ന് പറയും. അതിൻ്റെ ഈ വിഷത്തിന് ഭയങ്കര വീര്യമാണെന്നും ഈ നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെ അത്ര വണ്ണം ഉണ്ടെന്നും അതിങ്ങനെ ദൂരെ നിന്ന് ഇഴഞ്ഞു വരുന്നത് ഈ കരിയിലെ ചപ്പ് ഇങ്ങനെ അമരുന്ന ശബ്ദം നമുക്ക് കേൾക്കാമെന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു എന്താണ് ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പാമ്പിനെ പറ്റി പറയാറുണ്ട്. ആക്ച്വലി ഇത് രാജവെമ്പാല തന്നെയാണ്. രാജവെമ്പാലയെ കുറച്ച് പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ 21 വർഷത്തെ വനംവകുപ്പ് ഈ സർവീസിനിടയ്ക്ക് ഒരുപാട് ട്രക്കിങ് വനത്തിനകത്ത് പോയി ട്രക്ക് ചെയ്യുകയും ആസ്യാറോടത്തിൽ ഞാൻ 12 തവണ പോയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഇൻറ്റീരിയർ ട്രക്കിംഗ് ഒരുപാട് ചെയ്യുകയും പല സ്ഥലങ്ങളിൽ പോയി ക്യാമ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ സർവീസ് സമയത്തിൽ നല്ലൊരു ഭാഗം വനത്തിനുള്ളിൽ ചെലവഴിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനിതിനെ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ കാണേണ്ടതാണ്. അങ്ങനൊരു സംഗതി ഇല്ല. അതിനെ എന്താണ് കരിങ്കോളി എന്നാണ് അതിനൊരു പൊതുവിലുള്ളൊരു പേര് പറയാറ്. കരിങ്കോളി
ചില സ്ഥലങ്ങളിൽ കരിഞ്ചാത്തി എന്ന് രാജവെമ്പാലയെ പറയാറുണ്ട്. അത് രാജവെമ്പാലയെ തന്നെയാണ്. കരിങ്കോളി എന്ന് പറയുന്നത് അതൊരു സാങ്കല്പിക പാമ്പാണ്. അങ്ങനൊരു സംഗതി ഇല്ല. കേരളത്തിലെ ഉൾവനത്തിനകത്തൊക്കെ കോഴിയുടേതുപോലുള്ള ചുവന്ന പൂവും ആടയുമുള്ള കൊക്കുന്നൊരു പാമ്പുണ്ട് എന്നാണ് പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത്. തെറ്റാണ്. അങ്ങനൊരു അല്ല, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ജീവികളുണ്ട്. അവർക്ക് പൊതുവിലൊരു മറ്റൊരു പേരും പറയും. ഇപ്പൊ ഹിമാലയത്തിലെ യതി എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞു മനുഷ്യൻ, ഭീമാകാരനായിട്ടുള്ള മഞ്ഞു മനുഷ്യനുണ്ട് എന്നൊരു വിശ്വാസം അവിടെയുള്ള ഈ പഴയ ഷെർപ്പമാരും പുതിയ ആൾക്കാരും പല ആർമി ഓഫീസർമാരും ഒക്കെ ഇങ്ങനെ അതിനെ മിന്നായം പോലെ ഓടിപ്പോകുന്നത് കണ്ടു എന്നുള്ള അനുഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊരു സാങ്കല്പിക സംഗതിയാണ്. ഇപ്പം അമേരിക്കയിലാണെങ്കിൽ പോലും ബിഗ് ഫുട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാങ്കല്പിക ഒരു ജീവിയുണ്ട്. ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ, ചിത്രങ്ങളുണ്ടോ, എന്തെങ്കിലും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ചില പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് ബിഗ് ഫുട്ട് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഭീമാകാരനായ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനെ പോലുള്ളൊരു ജീവിയുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. അത്തരം ജീവികൾ അതിനൊരു പൊതുവിലൊരു പേര് പറയും. അപ്പം മൃതസഞ്ജീവനി എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള ജീവികളുമുണ്ട്, സസ്യങ്ങളുമുണ്ട്. മൃതസഞ്ജീവനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള രോഗത്തിനും ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടി, അങ്ങനെ ഒരു സങ്കല്പമാണ്. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല. പക്ഷെ അങ്ങനെ ഉണ്ട്. വനത്തിനകത്ത് എവിടെയോ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അഗസ്ത്യാർകൂടത്തിനകത്ത് അത്തരത്തിലുള്ള ഭയങ്കര ഔഷധമൂല്യമുള്ള പല സസ്യങ്ങളും ഉണ്ടെന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിലൊക്കെയുള്ള ആൾക്കാർക്കുണ്ട്. വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കും. എങ്കിൽ ഈ പാമ്പുകളോട് പ്രത്യേകിച്ച് ഇഷ്ടം വരാനുള്ള കാരണം എന്താ? പണ്ടേ ഉണ്ടോ അതോ? ഞാൻ സർവീസിന്റെ ആരംഭം മുതലേ പാമ്പുകളെ പിടിക്കുന്ന ആളാണ്. പിന്നെ ആ സമയത്ത് എല്ലാ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിലും എല്ലാവരും പാമ്പുകളെ കൈകാര്യം ചെയ്യത്തില്ല. അപ്പം ഞാനതിന് സന്നദ്ധനായി എന്നുള്ളതാണ്. പിന്നീട് ഈ പാമ്പുകളെ പറ്റി കൂടുതൽ പഠിച്ചപ്പോഴേക്കും അത് ഒരുപാട് പരിമിതികളോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിയാണ്, നമുക്കൊരുപാട് ഉപകാരിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴേക്കും അവയുടെ ഒരു കൺസർവേഷന് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്തു, താല്പര്യമായി എന്നാണ്. പേടി എന്നുള്ളതിനേക്കാളുപരി ഒരു ജാഗ്രതയും കരുതലും ശ്രദ്ധയുമാണ് ഇതിൽ വേണ്ടത്. പാമ്പുകളെ നമ്മൾ ഈ സർപ്പ വോളണ്ടിയേഴ്സിൻ്റെ ട്രെയിനിങ്, ഞാൻ അതിൻ്റെ ട്രെയിനറാണ്. ഏകദേശം 8,000-ഓളം പേരെ ഇതുവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാമ്പുകളെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുക. ഏതാണ്ട് 3600-ൽ പരം ആൾക്കാർക്കാണ് ഇതുവരെ നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് ഡീബ്രീഫിങ്ങിൽ ഇവരോട് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആൾക്കാരോട് നമ്മൾ പറയുന്നൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളോടുള്ള പേടി മാറിയോ എന്ന് ചോദിക്കും. അപ്പോൾ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റെസ്ക്യൂർ ആവാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ പറയാറ്. ആ ഒരു ഭയവും കരുതലും ജാഗ്രതയും ഉള്ള ആൾക്കാർക്കാണ് നല്ല ഭംഗിയായിട്ട് പാമ്പുകളെ കൈകാര്യം ചെയ്യാനും റെസ്ക്യൂ ചെയ്യാനും പറ്റുള്ളൂ. പേടി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓവർ കോൺഫിഡൻസ് വരികയും അതിനെ ഒരു അലക്ഷ്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ലാഘവത്തോടിട്ട് കൈകാര്യം ചെയ്യാനും അതിൻ്റെ കടിയേൽക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അത് വേണ്ട. നമ്മൾ ആദ്യത്തെ പാമ്പിനെ പിടികൂടുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന അതേ കരുതലും ശ്രദ്ധയും ഇനിയിപ്പോൾ 10,000 പാമ്പിനെ പിടിച്ചാലും ആ 10,001-ാമത്തെ പാമ്പിനെ പിടിക്കുമ്പോഴും ഇതേ കരുതലും ശ്രദ്ധയും വേണം എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്.